ഒരു ടേബിളിന് ചുറ്റും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു മകൻ ഒരു സുപ്രഭാതം കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നില്ല. അതേപോലെ തന്നെ റൂമിൽ ഒറ്റക്ക് ചടഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വൈമുഖ്യം പോലെ ആളുകളെ സമീപിക്കുന്നതിൽ എന്തോ ഒരു കുറവുകേട് പോലെ ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു മാറ്റം അവന് ഫീൽ ചെയ്യാണ്. വീട്ടിൽ വന്നിട്ട് സാധാരണ അപ്പം മാതാപിതാക്കൾ നമ്മൾ ഇതൊരു ഞാൻ ഈ പറയുന്നത് ഒരു മാതാപിതാക്കളുടെ കണ്ണിൽ നമ്മൾ കാണണം കേട്ടോ. അവരെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ അവര് സാധാരണ വിചാരിച്ച എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ജോലി ഭാരമായിരിക്കും. കാരണം ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രായമാണ്. അപ്പൊ ജോലി ഭാരമായിരിക്കും, മറ്റുള്ള കാര്യങ്ങൾ ആ ഒരു ഇതായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ പിന്നീട് അത് അത് ഇവര് രഹസ്യമായിട്ട് തന്നെ അവന്റെ റൂമിൽ കാര്യങ്ങൾ എന്താ പറയാ ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവരൊരു ഒരു സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്നുള്ള രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് പോൺ അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ പോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് അവന്റെ പരിപാടി. ആ റൂമിൽ നടക്കുന്നത് അതാണ്. ബാക്കിയുള്ളതിലേക്കൊന്നും അവന്റെ ശ്രദ്ധ പോകുന്നില്ല. ഈവൻ മാതാപിതാക്കളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലേക്ക് പോലും അവനിക്ക് എന്തില്ല, ഇഷ്ടം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അഡിക്ഷന്റെ സ്റ്റേജസുകളിൽ പെട്ട ഏതോ സ്റ്റേജിലാണ് അവനുള്ളത്. പക്ഷെ അവരവിടെ വിവേകത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കളായതുകൊണ്ട് ആ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്തു. അത് സോൾവ് ആക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോൺ അഡിക്ഷൻ എങ്ങനെയാണ് ഒരു വൈകാരികമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ തമ്മിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ നോർമലൈസ് ചെയ്യപ്പെടുന്ന സാധനം ഇമോഷണലായിട്ട് അതെങ്ങനെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പലരും അനുഭവിക്കുന്ന കാര്യമാണ്. പല മാതാപിതാക്കളുടെയും ആദി കൂടിയാണത്.